ഹലോ. അപ്പോൾ ഇത് ഗുരുവായൂർ ഏകാദശി ദിവസത്തിൻ്റെ അതായത് ബുധനാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഞാൻ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്ന് അമ്പലത്തിലേക്കൊക്കെ പോയി വന്നു. ഇന്ന് വ്രതമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ വിചാരിച്ചു കേട്ടോ. ഏകാദശി എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്ക് എല്ലാം കോളമായി കേട്ടോ. അപ്പോൾ ആ സന്തോഷമൊക്കെ അങ്ങോട്ട് പോയി കിട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് എൻ്റെ വെനസ്ഡേത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിലൊക്കെ പോയി വന്നു. പിന്നെ രാവിലെ ഞാൻ പാലാണ് കേട്ടോ കുടിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഫാസ്റ്റിംഗ് ചെയ്യില്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് രാവിലെ ഞാൻ പാല് കുടിച്ചിട്ടുണ്ടായിരുന്നു. പാലും ഫ്രൂട്ട്സ് മാത്രമാണ് കഴിക്കേണ്ടത്. പക്ഷെ എനിക്കങ്ങനെ പറ്റില്ല. കുറേ കഴിയുമ്പോഴേക്കും ഭയങ്കര ക്ഷീണമൊക്കെ ആവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് കുറച്ച് ഐറ്റംസും കൂടിയും കഴിക്കുന്നുണ്ട്. വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല, കിഴങ്ങ് അങ്ങനെയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ കേട്ടോ. പിന്നെ മധുരക്കിഴങ്ങുണ്ടല്ലോ, ശർക്കര വള്ളിക്കിഴങ്ങ്, അതൊക്കെ കഴിക്കാം, അങ്ങനെയൊക്കെ പറ്റുള്ളൂ കേട്ടോ. പിന്നെ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം, പാല് കുടിക്കാം, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ പാലാണ് കുടിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ ഒരു 2 പ്രാവശ്യമൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ കേട്ടോ. പറയുകയാണെന്ന് വെച്ചാൽ സത്യം പറയാനെങ്കിൽ 2 പ്രാവശ്യമാണ് ഞാൻ ഏകാദശി അങ്ങനെ വ്രതങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവുള്ളൂ. പക്ഷെ അതൊന്നും ഇന്നേ വരെ കംപ്ലീറ്റ് ആക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഒന്നും കഴിക്കില്ല. ചിലപ്പോൾ വെള്ളം മാത്രം, പാല് മാത്രം, അങ്ങനെ മാത്രം കേട്ടോ കഴിക്കുള്ളൂ. ചിലവരൊക്കെ ഫ്രൂട്ട്സും അങ്ങനെ അരിയാഹാരം മാത്രം ഒഴിവാക്കണം എന്നുള്ളൂ. പക്ഷെ ഞാൻ ഒന്നും കഴിക്കാറില്ല. അങ്ങനെ ഞാൻ ഫാസ്റ്റിംഗ് ചെയ്യാറ്. അതുകൊണ്ട് എനിക്ക് എപ്പോഴും വൈകുന്നേരം ആകുമ്പോഴേക്ക് ക്ഷീണമൊക്കെ ആവും കേട്ടോ. ഇതിലും അങ്ങനെ തന്നെ ആയിരുന്നു. എനിക്ക് വൈകുന്നേരം ഉച്ചയായപ്പോഴേ നല്ല തലവേദനയൊക്കെ തുടങ്ങി. അപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഞാൻ തലേ ദിവസമാണ് കേട്ടോ കണ്ടത്. ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കണ്ടത്, ഇങ്ങനെ ഓരോ എങ്ങനെ വ്രതം എടുക്കണം അങ്ങനെയൊക്കെ കണ്ടത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പം അതിൽ അവരിങ്ങനെ കോലം ഇടുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് യൂട്യൂബാണല്ലോ എല്ലാം പറഞ്ഞു തരാറ്. അപ്പം അങ്ങനെ അവർ ക്ലിയർ ആയിട്ടൊക്കെ പറഞ്ഞു തരും, എല്ലാ കാര്യങ്ങളും പറഞ്ഞുതരും. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ കോലം ഇടണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു എന്നാൽ ശരി കോലം കൂടി ഇടാം, അതാകുമ്പോൾ നമുക്ക് ഉറുമ്പുകൾക്കുള്ള ഒരു ആഹാരമാണ് അത് എന്നാണ് പറയണത് കോലയിടേണ്ടത്. അപ്പോൾ എനിക്കറിയില്ല എങ്ങനെ കോലയിടേണ്ടതൊന്നും അറിയില്ല. പക്ഷെ ഞാൻ വിചാരിച്ചു അമ്മമ്മ വരും, അപ്പം അമ്മമ്മക്ക് ചോദിച്ചിട്ട് അമ്മമ്മേനെയും കൂട്ടിയിട്ട് ഇടാനൊക്കെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അമ്മമ്മ എത്താൻ ലേറ്റായി പോയി കേട്ടോ. അതുകൊണ്ട് എനിക്ക് അറിയണ്ടായിരുന്നില്ല എങ്ങനെ ഇടേണ്ടതെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ കുറച്ച് അവർ പറഞ്ഞു അരിയിലാണ് ഇടേണ്ടത്, അങ്ങനെയാണ് ഇടേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്തു, അരി മിക്സിയിൽ ചെയ്യണതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെള്ളം കൂടി ഇട്ടു. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു അത് അങ്ങനെ ചെയ്യാന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെ വീട്ടിലൊക്കെ ഇടാറുണ്ട്, പൂരൊക്കെ ആകുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം അമ്മമ്മയൊക്കെ ഇങ്ങനെ ഇടുന്ന ഇന്നത്തെ ഡിസൈനൊക്കെ ഞാനിങ്ങനെ ഓർത്ത് വെച്ചിട്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ ചെയ്തത്. പിന്നെയാണ് അമ്മമ്മ വന്നപ്പോഴാണ് പറഞ്ഞത് ഇത് കോല ഇടുക എന്നല്ല പറയുക, ഇതിനെ അണിയിക്കുക എന്നാണ് ഇത്ര പറയുക. ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഇങ്ങനെ അണിയിക്കുക എന്നാണ് പറയുക. കോലം പറയുമ്പോൾ സാധാ പൊടി മാത്രമല്ല, ഞാൻ കുറച്ച് വെള്ളം കൂടി ആക്കിയിട്ട് മാവ് പോലെ ആക്കി. അപ്പം അങ്ങനെ ഇടുമ്പോൾ നമ്മൾ അണിയിക്കുക എന്നാണ് ഇത്ര പറയുക. എന്തായാലും കുഴപ്പമില്ല, ഉറുമ്പുകളൊക്കെ വന്ന് കഴിച്ചു. അവർക്കുള്ള ഭക്ഷണമാണല്ലോ ശരിക്കും കോലം എന്ന് പറയുന്നത് എന്നൊക്കെയാണ് ഇങ്ങനെ ഞാൻ അറിഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ എന്നെക്കൊണ്ട് അറിയണ പോലെ ഡിസൈൻസൊക്കെ വരച്ചു. നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിങ്ങനെ നല്ല എക്സ്പെക്ട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാവില്ലേ. അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. രാവിലെ തൊട്ടേ ഞാൻ നല്ല കൃത്യനിഷ്ഠയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പക്ഷേ വൈകുന്നേരം ആയപ്പോഴേക്കും ആ സന്തോഷമൊക്കെ അങ്ങോട്ട് പോയി. അപ്പം അതൊക്കെ എന്താണെന്ന് ഞാനിങ്ങനെ വഴിയേ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ കുറച്ച് ഡിസൈൻസൊക്കെ ഇങ്ങനെ വരച്ചു, എന്നെക്കൊണ്ട് അറിയണ പോലെ ഡിസൈനൊക്കെ ഞാൻ വരച്ചു കേട്ടോ. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ അറിയാണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ദൈവം നമ്മൾക്ക് ക്ഷമിക്കുമല്ലോ. അങ്ങനെ ഞാൻ വിചാരിച്ച് സമാധാനിച്ചോളാം. കാരണം ഞാൻ രാവിലെ തൊട്ട് തന്നെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു കേട്ടോ. വൈകുന്നേരം ആയപ്പോഴാണ് കുറച്ചത് കൊളായിപ്പോയത്. എന്തായാലും പ്രശ്നമില്ല. അങ്ങനെ കോലത്തിൻ്റെ കാര്യം പറയുകയെന്ന് വെച്ചാൽ ഞാൻ എല്ലാ കൂടി മാവൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയി കേട്ടോ. ഫുള്ള് ഞാൻ എല്ലാവിടെയും നല്ല നല്ല കുറച്ചൊക്കെ എന്നെ കൊണ്ട് പറ്റുന്ന ഡിസൈനൊക്കെ വരച്ചിട്ട് കുറച്ചൊക്കെ ഭംഗിയാക്കി കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ എനിക്ക്. ഇതാണ് കോലം, ഇത് കോലം. ഇത് അമ്മ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട്? ഇത് സാമിയാണ്. അപ്പം
അപ്പോൾ ഇതായിരുന്നു ഫൈനൽ റിസൾട്ട്. എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഇട്ടിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഇരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പം എനിക്ക് എത്ര കണ്ടിട്ട് മതിയാവില്ല, ഞാൻ വീണ്ടും വീണ്ടും വന്ന് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാനങ്ങനെ വിചാരിച്ച് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോല ഇടാനൊക്കെ, അങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇനി അതിനുള്ള ഒരു സ്പേസും കൂടി ഫ്രണ്ടിലൊന്ന് സെറ്റാക്കണം. നമ്മളിങ്ങനെ കട്ടിട്ടത് കൊണ്ട് അങ്ങനെ ഇടാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി അവിടെ ഒരു ഫ്രണ്ടിൻ്റെ മുറ്റത്ത് തന്നെ ഇങ്ങനെ ഒരു റെഡ് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ സെറ്റാക്കണം ഇനി കോലം ഇടാൻ വേണ്ടിയിട്ട് എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോലൊക്കെ ഇടാൻ. ഇങ്ങനെ നമ്മളിങ്ങനെ കൽപ്പാത്തി ആ ഭാഗത്തൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ എപ്പോഴും ഇങ്ങനെ കോലയിടുന്നതൊക്കെ. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഭയങ്കര നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോലൊക്കെ ഇടാൻ. അപ്പം ഞാൻ ഇനി അതൊക്കെ ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് കേട്ടോ. കുറേ നേരം അങ്ങനെ വെറുതെ കോലം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്നു അതിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എൻ്റെ അമ്മമ്മ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മമ്മേനെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ടിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ യൂട്യൂബിൽ നോക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നതെന്ന്. അവരെല്ലാം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും. അപ്പം അങ്ങനെ ഞാൻ അതിൽ കണ്ടതാണ് കേട്ടോ. അവർ പറഞ്ഞു അങ്ങനെ കുറച്ച് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഒരു പ്രസാദം പോലെയാവും. നമ്മളിങ്ങനെ ഭഗവത്ഗീതയൊക്കെ കുറച്ച് പാടി കഴിയുമ്പോൾ അതൊരു പ്രസാദം പോലെയാവും. അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനങ്ങനെ കുറച്ച് നേരം ഭഗവത്ഗീതയൊക്കെ കേട്ടിട്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. എന്നിട്ട് നമുക്ക് ആ പ്രസാദം നമുക്കും കുടിക്കാം, പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്യാണല്ലോ, അപ്പോൾ കൂടുതൽ ഭക്ഷണമൊന്നും കഴിക്കാൻ പാടില്ലല്ലോ. അപ്പോഴേക്കും ഉണ്ണിയൊക്കെ കുളി കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് നേരം അവനെ ഞാൻ മടിയിൽ ഇരുത്തിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിപ്പിച്ചു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കരിക്ക്. ഇവിടെ അടിച്ചു നിന്നിട്ട് കൈ ഇങ്ങനെ കാണും. അതിനുശേഷം ഞങ്ങൾ ആ പ്രസാദമൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായി കുറച്ച് കൊടുത്തപ്പോൾ തന്നെ, കാരണം അതിൽ മധുരമൊക്കെ ആയിരുന്നല്ലോ, അതുകൊണ്ട് അവന് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ അങ്ങനെ പിന്നാലെ നടക്കുമായിരുന്നു, അവിടെ അത്തിരി എനിക്കും കൂടി തായോ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. പിന്നെ വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കണമായിരുന്നു. അപ്പോഴേക്കും ഉണ്ണി കുറച്ചൊക്കെ കുടിച്ച് തീർത്തു കേട്ടോ. പിന്നെ അതിനുശേഷം ഇങ്ങനെ ചേമ്പൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഞങ്ങളുടെ വീട്ടിൽ തന്നെ ചേമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, നല്ല വലിയ ചെടിയായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നേ വരെ നമ്മൾ പൊട്ടിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അതിങ്ങനെ പറിച്ച് നടണം, എന്നാൽ മാത്രമേ കിട്ടുള്ളൂ ചേമ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ അതൊക്കെ ഒന്ന് പറിച്ച് നോക്കി. ഒന്ന് നോക്കിയപ്പോൾ അതിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ചെറിയ പീസ് എന്തോ ഒറ്റ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ഒരു ചെറിയ പീസ് അതിലുണ്ടായിരുന്നു. അപ്പം എല്ലാ ചേമ്പും ഞാൻ അങ്ങനെ പറിച്ച് നോക്കി, കണ്ടോ ഇതിലൊരു ചെറിയ പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ബാക്കിയൊക്കെ ഞാനങ്ങനെ കളയുകയും ചെയ്തു കേട്ടോ. അങ്ങനെ ഒരു വലിയ ചേമ്പിൻ്റെ ഒക്കെ ഒരു തണ്ടുണ്ടായിരുന്നു. അപ്പം എങ്ങനെയാ അത് പെറിക്കാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. അതൊക്കെ പെറിച്ച് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ സെറ്റ് സാരിയൊക്കെ ആകെ കൊളമായി, ചളിയൊക്കെ പിടിച്ചിട്ട് ആകെ കൊളയി. അപ്പം ഇപ്പുറത്തെ സൈഡിലും കുറച്ച് ചെറിയ ചെറുതുണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചു ചെറിയ ചെറുതൊക്കെ പെറിച്ച് നോക്കാം, അതിലൊക്കെ ഉണ്ടാവുമല്ലോ. പണ്ട് തൊട്ടേ ഇവിടെ തറവാടാകുമ്പോൾ തന്നെ ഉണ്ടാവുന്ന സ്ഥലമാണ് കേട്ടോ ചേമ്പിൻ്റെ ഒക്കെ. അപ്പോൾ അങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ എല്ലാതും ഒന്ന് ഇങ്ങനെ പെറിച്ച് നോക്കി. ചിലതെന്നൊക്കെ കിട്ടി, ചിലതൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് കളയൊക്കെ ചെയ്തു. എൻ്റെ ഉണ്ണി ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പെട്ടെന്ന് തീരുമാനിച്ചതാണ് ഇതൊക്കെ, അതുകൊണ്ട് ഒന്നും മേടിച്ച് വെക്കാൻ ഒന്നിനും ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നമ്മളുടെ വീട്ടിലുള്ളതാണല്ലോ. അപ്പം ഞാൻ തിരുവാതിരയ്ക്ക് പറിക്കാൻ വിചാരിച്ച് വെച്ചതായിരുന്നു ഇതൊക്കെ. പക്ഷെ ഇപ്പം കിട്ടിയ വെറുതെ ഇങ്ങനെ ഇത് എടുത്തതുകൊണ്ട്, ഏകാദശി വ്രതം എടുത്തത് കൊണ്ട്, അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ വീട്ടിൽ തന്നെ ഉള്ള ചേമ്പ് ഒന്ന് പറിച്ച് നോക്കാൻ വിചാരിച്ച് കുറേ മണ്ണൊക്കെ ഒന്ന് കളച്ച് നോക്കി. അങ്ങനെ കുറേ ചെയ്ത് നോക്കിയപ്പോൾ കുറച്ച് കിട്ടി കേട്ടോ. പ്രതീക്ഷിക്കാത്ത അത്രയും കുറേ കിട്ടി. ചെറുതൊക്കെ പറിച്ച് നോക്കിയപ്പോൾ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ വലുതൊന്ന് പറിച്ച് നോക്കിയപ്പോൾ ഇതാ ഒരു ചെറിയൊരു പീസ് കിട്ടി കേട്ടോ. വലുതെന്ന് പിന്നെ അങ്ങനെ അടിയിലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അതൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം അപ്പുറത്തെ സൈഡിലൊക്കെ ഫുള്ള് കുറേ ചേമ്പുണ്ട്. പക്ഷെ നമുക്ക് അപ്പുറത്തൊന്നും ചാടി കടന്ന് പൊട്ടിക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ കുറേ കിട്ടി കേട്ടോ. അപ്പോൾ
ഇതിന്ന് ഒരു ചെറിയ പീസാണ് കിട്ടിയത്. അപ്പയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ എടുക്കണത് കേട്ടോ. ചേമ്പിൻ്റെ തണ്ടൊക്കെ പണ്ട് ഞാൻ വല്യമ്മയ്ക്ക് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ ഇതേവരെ ഒന്നും കിട്ടിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഇതിലിങ്ങനെ നോക്കി പിന്നെ ഞാൻ കൈക്കോട്ടൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ട് അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചെത്തി കോരിയിട്ട് എടുത്ത് നോക്കി, നല്ല കുഴിച്ചെടുത്ത് നോക്കിയപ്പോൾ കുറച്ച് കിട്ടിയിട്ടോ. എന്താ അപ്പം കണ്ടോ, വലിയ വലിയ പീസുകൾ എനിക്ക് കിട്ടാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പം ഞാൻ കുറച്ചും കൂടിയൊക്കെ ഒന്നിങ്ങനെ കൈക്കോട്ട് എടുത്ത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ചെത്തി കോരി നോക്കിയിട്ടോ. അപ്പോൾ കുറേ കിട്ടാൻ തുടങ്ങി. അപ്പോൾ അതാ മറ്റൊരു വലിയ പീസും കൂടി ഉണ്ടായിരുന്നു. അത് പെറുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്നാലും ഞാനിങ്ങനെ വലിച്ചപ്പോൾ ഇതാ കുറേ കിട്ടിയിട്ടോ. അതിൻ്റെ അടിയിലും കുറേ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിതൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് എന്നെ ഉണ്ണി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും കണ്ടോ മണ്ണിലൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഡ്രസ്സൊക്കെ ആകെ ചളിയായി, സെറ്റും മുണ്ടൊക്കെ ആകെ ചളിയായി. അതിൻ്റെ അടിയിൽ നിന്നും കുറേ കിട്ടിയിട്ടോ എനിക്ക്. ചേമ്പും തണ്ട് ചേമ്പ് കുറേ കിട്ടിയിട്ടതാ. ചെറിയ ചെറിയ പീസാണെങ്കിൽ പിന്നെ അത് മണ്ണൊക്കെ കുഴിച്ച് നോക്കിയപ്പോൾ കുറേ വലിയ പീസൊക്കെ കിട്ടിയിട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എനിക്ക് കഴിക്കാനുള്ളതൊക്കെ അത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു, അതിനെക്കാട്ടും കൂടുതൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാ അപ്പോൾ ഈ സൈഡത്തെ ഫുൾ ഇത് പണ്ട് തൊട്ടേ ഇവിടെ ഉള്ളതാണ്. ഈ ചേമ്പൊക്കെ തറവാടൊക്കെ ഉള്ളപ്പോൾ തന്നെ ഉള്ളതാണ് കേട്ടോ. പക്ഷെ ഇന്നേ വരെ നമ്മളങ്ങനെ ചേമ്പ് എടുക്കുക അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ആ സൈഡൊക്കെ ചേമ്പൊക്കെ വലിച്ചു കഴിഞ്ഞപ്പോൾ അവിടെയൊക്കെ ഒന്ന് കുഴിച്ചിട്ട് എടുത്ത് നോക്കിയപ്പോൾ കുറേ കിട്ടി. അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിയിലൊന്നും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ കുഴിച്ചിടാത്തതല്ലേ, മാറ്റി കുഴിച്ചിടണം, അതുകൊണ്ട് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷെ എനിക്ക് ഇത്രയും കിട്ടിയപ്പോൾ അച്ഛനും ആകെ ഷോക്കായിട്ടോ. ഇത്രയും കുറേയൊക്കെ ഇവിടെ ഉണ്ടാവും ചോദിച്ചു. അപ്പം പറഞ്ഞു ചിലപ്പോൾ അത് കഴിക്കാൻ പറ്റുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടതൊക്കെ അതിലുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനങ്ങനെ അത് കുഴിച്ചെടുത്ത് എനിക്ക് വേണ്ടതൊക്കെ ഞാൻ കുക്ക് ചെയ്തിട്ട് കഴിച്ചു കേട്ടോ. അത് കഴിച്ചപ്പോൾ തന്നെ കണ്ടോ ഓരോരോ പീസായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എൻ്റെ ശ്രമം അവസാനിപ്പിക്കാതെ വീണ്ടും കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ടോ വന്നുകൊണ്ടേ ഇരിക്കുന്ന ചേമ്പുകൾ കണ്ടോ. ഇങ്ങനെ കുഴിക്കും തോറും ഓരോന്ന് കിട്ടണം. ഉണ്ണി എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ എൻ്റെ കൂടെ തന്നെ. അപ്പം നോക്കി ഇത്രയും കിട്ടി. എത്രയാ കിട്ടിയെന്ന് നോക്കി ഞാൻ വെറുതെ കിളച്ച് നോക്കിയതാണ്. അപ്പം അത്രയും കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ പണ്ട് കുഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു ഇഞ്ചി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെയും ഞാനിങ്ങനെ കണ്ടുപിടിച്ചു. പണ്ട് കുഴിച്ചിട്ടൊരു ഇഞ്ചിയാണ്, ശരിക്കും ഇഞ്ചി തന്നെ. അതും കിട്ടിയിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. പണ്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നാണ്. അപ്പം അവിടെ ഇപ്പം കുറേ ഇഞ്ചി ഉണ്ടായിരിക്കുന്നു കേട്ടോ. അപ്പം അതും ആകെ ഒരു ഷോക്കായി. നല്ല തന്നെയാണെന്ന് വിചാരിക്കണു. രണ്ടെണ്ണം എന്തായാലും ഇപ്പോൾ വെച്ച് നോക്കാം. ഉച്ചയ്ക്കുള്ളത് പിന്നാക്കാം. കഴിച്ചിട്ട് നല്ലതാണെന്ന് വെച്ചാൽ ഉച്ചയ്ക്ക് വയ്ക്കാം. ഇത് ഒന്ന് ഞാൻ ക്ലീൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്ലീൻ ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. കുഴപ്പമില്ല, കഴിക്കാൻ പറ്റാൻ. ചിലതൊക്കെ മൂത്ത് പോയിട്ടുണ്ടാവില്ല, അങ്ങനെ എനിക്ക് തോന്നിയില്ല. നല്ല കഴിക്കാൻ പറ്റുന്നതാണെന്ന് മനസ്സിലായിട്ടോ. എന്നാലും ഒരു പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2 പീസ് മാത്രം കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സൊക്കെ ആകെ ചളിയായി. ക്ലീൻ അവിടെ അതൊക്കെ ചെയ്തിട്ട് ഇത് കുറച്ചുണ്ട് കേട്ടോ. അപ്പം ഇതൊന്ന് വെച്ച് നോക്കട്ടെ. അങ്ങനെ അത് ഞാൻ വെച്ച് ഒരു 2, 3, 4 പീസിലൊക്കെ അടിച്ചാൽ മതി കേട്ടോ. അപ്പോഴേക്കും നല്ല വെന്തിട്ടുണ്ടാവും. അപ്പോൾ പ്രതീക്ഷിക്കാതെ ഇത്രയും കിട്ടി. എനിക്ക് ഭയങ്കര സന്തോഷമായി. സന്തോഷം എത്ര പറഞ്ഞാലും തീരുന്നില്ല. പിന്നെ അതൊക്കെ നന്നായിട്ട് കഴിച്ചു. അപ്പോൾ രാവിലെ അതായിരുന്നു കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് കുക്കാകുമ്പോഴേക്കും ഞാൻ ഡ്രസ്സൊക്കെ പോയിട്ട് മാറ്റിയിട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതൊക്കെ ആകെ ചളി പിടിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ മാറ്റാമെന്ന്. അപ്പോൾ രാവിലെ ഞാൻ കിഴങ്ങ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറച്ചും കൂടിയും വെവ്വേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അല്ലാണ്ട് നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലപ്പോൾ നന്നാവില്ല എന്നൊക്കെ വിചാരിച്ചതാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു സാധനം തന്നെ കഴിക്കാൻ പറ്റി. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഞാൻ വളരെ സന്തോഷം കണ്ടുപിടിക്കുന്ന ഒരാളാണ് കേട്ടോ.
അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ കിട്ടിയാൽ മതി എന്തെങ്കിലുമൊക്കെ സങ്കടമാവാനും ഒക്കെ അതേപോലെ തന്നെയാണ്. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വീട്ടിൽ തന്നെ ഉണ്ടായത് കാരണം പിന്നെ ഞാൻ നല്ല ചൂട്ടോട് കൂടിയിട്ട് തന്നെ കഴിച്ചു കേട്ടോ. വിസിലൊന്നും പോവാൻ ഉള്ള ടൈം, ആവിയൊന്നും പോവാനുള്ള ടൈം പോലും ഞാൻ എടുത്തില്ല. കാരണം എനിക്ക് അത്രയ്ക്ക് വിശന്നുണ്ടായിരുന്നു. അപ്പം തന്നെ ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്നാൽ തന്നെ നമുക്ക് ഭയങ്കര വിശപ്പാണല്ലോ. അങ്ങനെ ഇതൊക്കെ കിളച്ച് കഴിഞ്ഞ് കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പം ഭയങ്കര വിശപ്പായിരുന്നു. അങ്ങനെ ചൂട്ടോട് കൂടിയിട്ട് അത് കഴിച്ചു കേട്ടോ. നമ്മൾ വെറും പാലും കിഴങ്ങും മാത്രമല്ലേ കഴിക്കുള്ളൂ. അങ്ങനെ ഒരു 12 മണിയായപ്പോൾ എനിക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങി. അപ്പം ഞാൻ അവലും ഉണ്ടായിരുന്നു കേട്ടോ, അവൽ. അപ്പം അതൊക്കെ കഴിച്ചു. അതൊന്നും കഴിക്കണോണ്ട് കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അരി ഭക്ഷണം മാത്രം ഒഴിവാക്കണം അങ്ങനെയല്ലേ ഉള്ളൂ. അപ്പോഴേക്ക് അമ്മമ്മ ഇതാ വരുന്നുണ്ടായിരുന്നു കേട്ടോ. അമ്മമ്മേനെ ആക്കിയിട്ട് അനിയൻ അങ്ങനെ പോവുകയും ചെയ്തു. അവന് ക്ലാസ് പോകാണ്ടായിരുന്നു, എക്സാമൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ രാവിലെ വരും വിചാരിച്ചു ഞാൻ. ആ കോലൊക്കെ ഇടാൻ സഹായിക്കാൻ. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ട് ഇട്ട്. ആണോ? ഞാൻ ആദ്യമായിട്ടാണ് ഇടുന്നത്. നിങ്ങളുടെ ഡിസൈനാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അമ്മമ്മ പറഞ്ഞു അത് ഇട്ടതൊക്കെ നന്നായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോഴാണ് പറയണത് അത് കോലമിടുക എന്നല്ല പറയുക, അണിയിക്കുക എന്നാണ് പറയുകയെന്ന്. കാരണം കോലം പറയുമ്പോൾ വെറും പൊടി മാത്രമാണല്ലോ. ഇത് നമ്മൾ കുറച്ച് വെള്ളമൊക്കെ മിക്സ് ചെയ്തിട്ടല്ല ഞാനിട്ടത്. അപ്പോൾ ഇതിന് അണിയിക്കുക എന്നാണ് പറയുക, കോലമിടുക എന്നല്ല പറയുക. അങ്ങനെ ഞാനും അമ്മമ്മയും കൂടി പുറത്തിരുന്ന് കുറച്ച് നേരം അവലൊക്കെ കഴിച്ചു. ഞാൻ കുറേ കഴിച്ചു, കാരണം എനിക്ക് നല്ല വിശക്കുണ്ടായിരുന്നു. പിന്നെ ഫുഡൊന്നും കഴിക്കാണ്ട് എനിക്ക് തലവേദന അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഭയങ്കര ക്ഷീണമൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അവൽ പിന്നെ കുറച്ച് കഴിക്കുമ്പോൾ തന്നെ നമ്മളെ ചെവിയുടെ അവിടെയും തലയുടെ ആ ഭാഗത്തൊക്കെ ഭയങ്കര വേദന തുടങ്ങുമല്ലോ. പക്ഷെ എനിക്ക് വിശപ്പ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് കുറച്ചൊക്കെ കഴിച്ചു കേട്ടോ. എന്നാലും നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് കഴിച്ച് പിന്നെ മതിയായി, അങ്ങനെ വെച്ചു. ഒരു ദിവസം എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു കുട്ടി പറഞ്ഞു കേട്ടോ, അവൽ അതെന്താ സാധനം എന്ന് ചോദിച്ചു. ചിലർക്കൊന്നും അറിയില്ല തോന്നുന്നു അവൽ പറഞ്ഞാൽ എന്താന്ന്. എല്ലാവർക്കും അറിയാമെന്നാണ് എൻ്റെ ഒരു ഊഹം. അപ്പം അന്ന് ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായിട്ടില്ലാച്ചത് ഇതാണ് കേട്ടോ സംഭവം. അവൽ പറയുന്നത് കൃഷ്ണൻ്റെ ഫ്രണ്ടായ കുചേലൻ വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് കൃഷ്ണനെ കാണാൻ പോകുമ്പോൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നൊരു സാധനമാണ് കേട്ടോ അത്. അങ്ങനെ എനിക്കിങ്ങനെ ക്ഷീണം വരുന്നുണ്ട്, ഉറക്കമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. പക്ഷെ ഉറങ്ങാനൊന്നും പാടില്ല. ഉറങ്ങൊക്കെ വെച്ചാൽ അങ്ങനെ നമ്മളുടെ വ്രതം അവസാനിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ പറയുന്നത്. ഉറങ്ങാനേ പാടില്ല. എന്നാലും ഞാനിങ്ങനെ കടന്ന് അങ്ങനെ പോയി. പക്ഷെ ഉറങ്ങിയൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം ഉണ്ണി വന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. എടുക്കട്ടെ പാപ്പമ്മേ, വലുതായി നോക്കട്ടെ പാപ്പമ്മ, നോക്കട്ടെ വലിയ കുട്ടിയായി നോക്കട്ടെ, വലിയ കുട്ടിയായി നോക്കട്ടെ പാപ്പമ്മ. എൻ്റെ മുഖമൊക്കെ കണ്ടോ, ആകെ എന്തോ പോലെയായി. അപ്പം അങ്ങനെ 2 മണിയായപ്പോൾ ഞാൻ വീണ്ടും കിഴങ്ങ് കഴിച്ചു കേട്ടോ. പിന്നെ ഒരു ഗ്ലാസ് പാല് കുടിച്ചു വൈകുന്നേരം. അത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ ഫുഡൊക്കെ. ഫുൾ പാല്, കിഴങ്ങ്, ഫ്രൂട്ട്സ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ വൈകുന്നേരം വീണ്ടും പാല് കുടിച്ചു. പിന്നെ ഞങ്ങളങ്ങനെ പുറത്ത് പോയി കേട്ടോ. അപ്പോൾ പുറത്ത് പോയപ്പോൾ ഉണ്ണി ലൈം ജ്യൂസ് അതൊക്കെ കുടിച്ചു കേട്ടോ. അങ്ങനെ എനിക്ക് ഭയങ്കര ക്ഷീണമായി. അപ്പം അങ്ങനെ കുറച്ച് ഞാനും കുടിച്ചു. പിന്നെ ഞങ്ങൾ കടയ്ക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആയപ്പോൾ വൈകുന്നേരം ആയപ്പോഴേക്കും എൻ്റെ വ്രതമൊക്കെ അങ്ങോട്ട് മുറിഞ്ഞു പോയി. രാവിലെ തൊട്ട് ഭയങ്കര ചിട്ടയോടുകൂടി എടുത്തിട്ട് വരികയായിരുന്നു. പിന്നെ ഇങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും വ്രതം മുറിഞ്ഞു പോയി കേട്ടോ. സ്റ്റാറോ? ആ ശരിയാ, ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ, നമുക്ക് സ്റ്റാർ തൂക്കാം. അപ്പോൾ ഉണ്ണി പറഞ്ഞപ്പോൾ കേട്ടോ എനിക്ക് ഓർമ്മ വന്നത്, എല്ലാവരും വീട്ടിലും സ്റ്റാർ തൂക്കി. ക്രിസ്മസ് ഒക്കെ ആവാറായില്ലേ, ഞങ്ങളുടെ അവിടെ മാത്രം സ്റ്റാർ തൂക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കിയപ്പോൾ സ്റ്റാറൊക്കെ കീറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ഒട്ടിക്കുക, കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സ്റ്റാറാണത്. അങ്ങനെ എല്ലാം കൂടി ഒട്ടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയിട്ട് എന്നെ ഉണ്ണി ഹെൽപ്പ് ചെയ്തിട്ട് ഒട്ടിക്കാനും പിന്നെ തൂക്കാനൊക്കെ ഉണ്ണി എന്നെ ഹെൽപ്പ് ചെയ്തു. അവൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടല്ലോ. കുട്ടികളുടെ ഓരോ സന്തോഷത്തിന് വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്യുന്നത്. പണ്ടൊന്നും ഞങ്ങൾ സ്റ്റാറേ തൂക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉണ്ണിയായപ്പോഴാണ് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ചെറിയ കുട്ടിയൊക്കെ ആകുമ്പോഴാണ് സ്റ്റാറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഇത് ഒരു പേപ്പർ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനത്തെ സ്റ്റാറാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിൽ LED ബൾബും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒന്നും കൂടി ഭംഗിയാണ്, കാരണം ഇപ്പം എല്ലാവരുടെയും LED സ്റ്റാറല്ല. അപ്പം അതിനെക്കാട്ടും കുറച്ച് വെറൈറ്റി
വെറൈറ്റി ആയിട്ട് തോന്നി എനിക്കിത്. അപ്പം അങ്ങനെ അത് മേടിച്ചതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സ്റ്റാറൊക്കെ തൂക്കി ഉണ്ണി ഭയങ്കര ഹാപ്പി ആയി കേട്ടോ. ഇപ്പം രാവിലെ കാണുന്നേക്കാട്ട് രസം രാത്രി കാണുമ്പോഴാണ്, അതിൻ്റെ ഒരു ഭംഗിയൊക്കെ രാത്രി കാണുമ്പോഴാണ് കേട്ടോ. ഉണ്ണിതാ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. രാവിലെയൊക്കെ ഓൺ ചെയ്തിട്ട് തന്നെയായിരുന്നു സ്റ്റാറിന് വേണ്ടിയിട്ട്. കണ്ടോ, രാത്രി ഇങ്ങനെ ഇരുന്ന് നല്ല രസമുണ്ട്. നിങ്ങളുടെ വീട്ടിൽ സ്റ്റാർ തൂക്കിയോ? അപ്പം അത്രേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.